തെരഞ്ഞെടുപ്പ് ആഗതമാകുന്നു. ഓരോ 5 വർഷവുമുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണിത്. എല്ലാവരും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം. എല്ലാവരും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ശരിയായ രീതിയിൽ പങ്കെടുക്കണം. അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ജനാധിപത്യ മൂല്യങ്ങളും ദൈവവിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന പാർട്ടികളെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ജനാധിപത്യ മൂല്യങ്ങൾ വേണം, ദൈവവിശ്വാസം വേണം. ഇത് രണ്ടും സൂക്ഷിക്കാൻ സാധിക്കുന്ന പാർട്ടികളെ സെലക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതായിരുന്നു സഭയുടെ എല്ലാ കാലത്തെയും നിലപാട്. അതുകൊണ്ട് സഭയ്ക്ക് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രീയ നിലപാട് പറയാനായിട്ടില്ല. സഭ ചെയ്യുന്നത് മനുഷ്യരുടെ മനസ്സാക്ഷിക്ക് രൂപീകരണം കൊടുക്കുക. നല്ല മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും യുക്തരായ വ്യക്തികൾക്ക് തന്നെ ആ വോട്ട് ലഭിക്കുന്നു, അവരധികാരത്തിലേക്ക് വരുന്നു. നമ്മളൊരിക്കലും വർഗീയമായിട്ട് ചിന്തിക്കാറില്ല. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമന്യേ അതിനൊക്കെ അതീതമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണാനായിട്ടും സുവിശേഷ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന പാർട്ടികൾക്കും വ്യക്തികൾക്കും വോട്ട് നൽകാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷങ്ങളായി. അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ച് ഞാനിരിക്കുന്നു. അടുത്ത ഗവൺമെൻറ് ആയിരിക്കും അത് നടപ്പിലാക്കുക. ഏതായാലും മറ്റ് ചില റിപ്പോർട്ടുകൾ വന്നപ്പോൾ സർക്കാരുകൾ കാണിച്ച അത്രയും ഒരു തീക്ഷ്ണത ഈ ഒരു കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ളത് ക്രൈസ്തവ സമൂഹം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ മറ്റു ചില വിഭാഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ നമ്മളെക്കുറിച്ച് പഠിച്ച, നമ്മുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച ഒരു കമ്മീഷൻ, അത് ഗവൺമെൻറ് തന്നെ നിയോഗിച്ച ഒരു കമ്മീഷൻ, അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് വർഷങ്ങൾക്ക് ശേഷവും അതിന്മേൽ ഗൗരവമായ നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഇത് ഖേദകരമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇനിയെങ്കിലും ഗവൺമെൻറ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ നിയമനത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. നമ്മൾ പല പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പലതരത്തിലുള്ള നിവേദനങ്ങളൊക്കെ കൊടുത്തു. മറ്റൊരു മാനേജ്മെൻറ്റിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചു. ഇനി ആ വിധി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ചില വിധികൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ അധ്യാപക സംഘടനകളൊക്കെ അവരുടെ സ്വാധീനത്തിന് വഴങ്ങി ഗവൺമെൻറ് റിവ്യൂ ഹർജി വരെ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്തത് ആ സുപ്രീം കോടതി വിധി നിർബന്ധമായിട്ട് എല്ലാവരും അനുസരിച്ചോളാൻ പറഞ്ഞ് അവരങ്ങ് മാറി നിൽക്കുകയായിരുന്നു. അതിലൂടെ സംഭവിച്ചത് എന്താണ്? ആയിരക്കണക്കിന് അധ്യാപകർക്ക് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഇന്ന് സ്ഥിര നിയമനം ലഭിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അവർ സങ്കടത്തിലാണ്, അവർ നിരാശരാണ്. അതിൻ്റെ ഫലം എന്താണ്? സ്കൂളുകളിൽ അവരുടെ പഠിപ്പീരനെ അത് ബാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ ഇനിയും കുറച്ചുകൂടെ തകർന്നു പോവുകയാണ്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളെ രക്ഷിക്കാനായിട്ട് ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ഒന്ന് മാറ്റി അവർക്കും ജോലി സ്ഥിരത കൊടുക്കാനായിട്ട് സാധിക്കണം. ഈ അടുത്ത നാളിൽ മന്ത്രി പറയുന്നത് കേട്ടു, ഭിന്നശേഷി നിയമനത്തിന് ഭിന്നശേഷിക്കാരെ കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ തലയിൽ കെട്ടിവയ്ക്കരുതെന്ന്. പിന്നെ ആരുടെ തലയിലാണ് ഞങ്ങൾ കെട്ടിവയ്ക്കുന്നത്? ഭിന്നശേഷിക്കാരുടെ പോസ്റ്റിലേക്ക് നിയമനം നടത്തേണ്ടത് ഗവൺമെൻറ്റാണ്. പക്ഷേ അവരാളെ തരുന്നില്ല. അവരാളെ തരാത്തതിൻ്റെ പേരിൽ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ള ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഒന്നുകിൽ ഇവർ ഭിന്നശേഷിക്കാരെ തന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രശ്നം തീർക്കാം. അതില്ലെങ്കിൽ അത് വരുന്ന മുറയ്ക്ക് ഞങ്ങൾ അവരെ നിയമിച്ചോളാമെന്ന് സത്യവാങ്മൂലം കൊടുക്കാമെന്ന് എഴുതി കൊടുത്തതാണ്. അത് അംഗീകരിച്ച് ഇപ്പോഴുള്ളവരുടെ ജോലി സ്ഥിരപ്പെടുത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും നിയമിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളത് മന്ത്രി സമ്മതിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്, ഒരു വലിയ വ്യത്യാസമാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും അദ്ദേഹം ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് NSS മാനേജ്മെൻറ്റിന് ലഭിച്ച ആ ഒരൊറ്റ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിനും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ. അത് ഞങ്ങൾ ആവർത്തിക്കുകയാണ്. പണ്ട് ഞങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രി അത് സുപ്രീം കോടതി വഴിയേ തീർക്കാനാവുക എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരനക്കവുമില്ല. സുപ്രീം കോടതിയിലെ കേസ് അങ്ങനെ നീളുകയാണ്. നമ്മുടെ ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെ വിഷമിക്കുകയാണ്. ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്ത് പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ആ
ആ കേസൊന്ന് എടുക്കാനായിട്ട് സുപ്രീം കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്താൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഏതായാലും ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അത് സർക്കാർ പരിഗണിക്കും, അത് പരിഹരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്.